ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം ഇന്ന് നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ വേഷം മാറി ശരീരം കറുപ്പിച്ച് പ്രചരണത്തിലെത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഊന്നിപ്പറഞ്ഞത് മമതാ ബാനർജിയുടെ സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്ന, നുഴഞ്ഞുകയറ്റക്കാർക്ക് അവസരങ്ങൾ നൽകുന്ന സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്നായിരുന്നു. ഗുസ് ബൈറ്റ്യോൺ കാ സാത്ത്, ഗുസ് ബൈറ്റ്യോൺ കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് മമതാ ബാനർജി ബംഗാൾ ഉയർത്തുന്നതെങ്കിൽ ഞങ്ങൾ BJP-ക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തും എന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ചത്. ബംഗാളിലെ ജനങ്ങളെ, അവിടെ താമസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ മൊത്തത്തിൽ ഇന്ത്യ വിരുദ്ധരും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നുകയറ്റക്കാരുമാണ് എന്ന തരത്തിൽ മോദി വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യാതിർത്തികൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്ന യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടാണ് സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നടത്തുന്നത്. ഇതിൽ നിന്ന് ഒട്ടും അകലെയായിരുന്നില്ല ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ഒക്കെ എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചൈന, ഇന്ത്യ ഓർ സം അതേഴ്സ് ആർ ഹെൽ ഹോൾസ് എന്നായിരുന്നു. നരകക്കുഴിയിൽ ജീവിക്കുന്നവർ, ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ ഇത് അമേരിക്കയിൽ നുഴഞ്ഞുകയറ്റം നടത്തി ഞങ്ങളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു എന്നാണ് ട്രംപ് അമേരിക്കയിൽ പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് അത്രയൊന്നും അകലെ ആയിരുന്നില്ല ട്രംപിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി ജനങ്ങളോട് പറയാൻ ശ്രമിച്ചത്. അമേരിക്കൻ പൊതുജീവിതത്തിൽ ഇന്ത്യക്കാർ നൽകുന്ന വലിയ സംഭാവനകളെ അമേരിക്കയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ എന്നും സ്മരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനസംഖ്യയിൽ ഇന്ത്യക്കാർ ഏതാണ്ട് 1.5% മാത്രമാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഇൻകം ടാക്സ് വരുമാനത്തിൽ 5 മുതൽ 6% സംഭാവന ചെയ്യുന്നവരാണ് ഇന്ത്യക്കാർ. ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഏതാണ്ട് 100 സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നടത്തുന്നത് ഇന്ത്യക്കാരാണ്. $1 ട്രില്യൺ വാർഷിക വിറ്റുവരവുള്ള ഈ സ്ഥാപനത്തിൽ 27 ലക്ഷത്തോളം അമേരിക്കക്കാർ പണിയെടുക്കുന്നു എന്നാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നത്. AI മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവർ ചൈനക്കാരും ഇന്ത്യക്കാരുമാണ് എന്ന് അമേരിക്കൻ സാങ്കേതിക മേഖലയിലെ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലെ ചെറുകിട വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന് ഏവർക്കും അറിയാം. അങ്ങനെ ആധുനിക അമേരിക്കയുടെ നിർമ്മിതിയിൽ അതിനിർണായക പങ്ക് വഹിക്കുന്ന ഇന്ത്യക്കാരെയും, ഇന്ത്യക്കാരോളം ഒരുപക്ഷെ ഇന്ത്യക്കാരേക്കാൾ അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് ഇടപെടൽ നടത്തുന്ന ചൈനക്കാരെയും ഒക്കെ ഹെൽ ഹോൾസ് എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ട്രംപിനെ അമേരിക്കക്കാർ ഇപ്പോൾ ശക്തമായി വെറുത്തു തുടങ്ങി എന്ന് പുതിയ പഠനങ്ങൾ പറയുമ്പോൾ നോക്കൂ, ഇന്ത്യയിൽ ട്രംപിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ സുഹൃത്ത് നമ്മുടെ പ്രധാനമന്ത്രി സങ്കുചിതമായ മുദ്രാവാക്യങ്ങൾ ബംഗാളിൽ ആവർത്തിക്കുന്നു എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വ്യക്തമാക്കിയിരിക്കുന്നത്.